ജീവിതത്തിനും മരണത്തിനുമിടയിൽ ദിനങ്ങൾ തള്ളി നീക്കിയ നാളുകൾ. അനിശ്ചിതത്വത്തിനൊടുവിൽ ആശ്വാസമായി ആ വാർത്ത എത്തി. ജയിൽ മോചനം. ഖത്തറിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന 8 മുൻ ഇന്ത്യൻ നാവികരെയാണ് വിട്ടയച്ചത്. അനിശ്ചിതത്വത്തിന്റെ 18 മാസങ്ങൾക്കു ശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായുള്ള ഇടപെടലിനെ തുടർന്ന് മുൻ നാവികരുടെ മോചനം സാധ്യമായത്. ഖത്തറുമായി ഊഷ്മള ബന്ധം പുലർത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിൽ കർക്കശമായ ഗൾഫ് നിയമം പോലും അയഞ്ഞു. മരണത്തിൽ നിന്നും മോചിതരായി ഭാരതത്തിന്റെ മണ്ണിൽ കാലുകുത്തിയ ആ 8 നാവികർ ഉറക്കെ വിളിച്ചു, ഭാരത് മാതാ കി ജയ്. Without the intervention of Prime Minister Modi, it won't be. India, hip hip, hip hip, hip hip, hooray! Bharat Mata ki jai, Bharat Mata ki jai, Bharat Mata ki jai. ഇത് മോദിയുടെ വിജയമാണ്, NDA സർക്കാരിന്റെ വിജയമാണ്. ഖത്തർ പോലെയുള്ള കർക്കശ നിയമ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിൽ നിന്ന് തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുക അപൂർവങ്ങളിൽ അപൂർവമാണ്. അതും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെട്ടവർ. മോദിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന സംഭവം തന്നെയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത്. ജീവിതത്തിലേക്ക് മടങ്ങിയ നാവികരിൽ ഒരാൾ പറയുന്നു, പ്രധാനമന്ത്രിയുടെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഖത്തറുമായുള്ള അടുത്ത ബന്ധവും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടന്നത്. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ 18 മാസം കാത്തിരിക്കേണ്ടി വന്നു. പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നടപടികളോടും ഏറെ നന്ദിയുണ്ട്, മുൻ നാവികർ പറഞ്ഞു. ദോഹയിലെ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന കമ്പനിയിലായിരുന്നു ഇവർ 8 പേരും ജോലി ചെയ്തിരുന്നത്. നാവികസേനയിൽ സെയിലർ ആയിരുന്ന രാകേഷ് ഗോപകുമാറാണ് മലയാളി. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും റിട്ടയേർഡ് കമാൻഡറുമായ പൂർണേന്ദു തിവാരി പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് കൂടിയാണ്. ഇവരെ കൂടാതെ അമൃത് നാഗ്പാൽ, സുഗുണാകർ പക്കാല, സഞ്ജീവ് ഗുപ്ത, റിട്ടയേർഡ് ക്യാപ്റ്റന്മാരായ നവ്ചേത് സിംഗ് ഗിൽ, ബീരേന്ദ്ര കുമാർ വർമ്മ, സൗരവ് വസിഷ്ഠ് എന്നിവരെയാണ് രാജ്യദ്രോഹികളായി മുദ്രകുത്തി ഖത്തർ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2022 ഓഗസ്റ്റ് 30-നാണ് അൽ ദഹ്റ കമ്പനി ഉദ്യോഗസ്ഥരായ ഈ 8 പേരെയും സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോ അറസ്റ്റ് ചെയ്യുന്നത്. ഖത്തറിനായി ഇറ്റാലിയൻ കമ്പനിയായ ഫിൻസാൻഡിയറി നിർമ്മിച്ചു നൽകുന്ന അന്തർവാഹിനിയുടെ രഹസ്യ വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തു എന്നാരോപിച്ചാണ് 8 മുൻ ഇന്ത്യൻ നാവികർക്കും അവരുടെ കമ്പനി CEOയ്ക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. എന്നാൽ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ ഒമാൻ സ്വദേശി ഖാമിസ് അൽ നജ്മിക്ക് ജാമ്യം കിട്ടിയെങ്കിലും ഇന്ത്യൻ നാവികർക്ക് വധശിക്ഷയാണ് വിധിച്ചത്. മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോയ നാവികരുടെ വധശിക്ഷ കഴിഞ്ഞ ഡിസംബർ 28-ന് ഇളവ് ചെയ്തു. നാവികർ അറസ്റ്റിലായതു മുതൽ ഊർജിതമായ നയതന്ത്ര ഇടപെടലുകളാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഖത്തർ ഭരണകൂടവുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിനിടെയായിരുന്നു ഡിസംബർ 1-ന് ദുബായിൽ വച്ച് നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. കൃത്യസമയത്തുള്ള പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് നാവികരുടെ മോചനം സാധ്യമായത്. ഖത്തർ അമീറിന്റെ തീരുമാനത്തിലൂടെ നാവികരെ വിട്ടയച്ചു എന്ന വിവരം ഇന്ന് കേന്ദ്ര സർക്കാർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനത്തിന്റെ ശക്തിയാണ് നാവികരുടെ മോചനം വെളിവാക്കുന്നത്. GCC രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ബന്ധം സുദൃഢമായി നിലനിൽക്കുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ഗവൺമെന്റിനും ഇത് സമാനതകളില്ലാത്ത വിജയം.